വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയിരിക്കുന്നു. വൈകുമെന്ന പ്രേക്ഷകരോട് പറയുകയാണ്, നമ്മളിപ്പോൾ ഉള്ളത് കുട്ടമ്പുഴയിലാണ്. കൃത്യമായി പറഞ്ഞാൽ കുട്ടമ്പുഴ പാലത്തിലാണ് ഉള്ളത്. ഇന്നലെ ഇവിടെ ഒരു സങ്കടകരമായ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ കുട്ടമ്പുഴയിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ പ്രജൻ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെയാണ്. നേരത്തെ നമ്മുടെ ടൗണിൽ നിന്ന് നമ്മുടെ ചേട്ടന്മാര് പറഞ്ഞ ആ പുഴ ഇതാണ്. ഈ പാലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഈ പുഴയിലാണ്. ഈ പുഴയിലേക്കൊക്കെ ആനകൾ ഇറങ്ങി വരാറുണ്ട് പല ഭാഗങ്ങളിലായിട്ട് എന്ന് പറയുന്നു. അവിടെയൊക്കെ നിർബാധം അങ്ങനെ വന്യജീവികൾ വരുന്നു. ആനകൾ മാത്രമല്ല, മ്ലാവുകളും മറ്റു മൃഗങ്ങളും ഒക്കെ ഇറങ്ങി വരാറുണ്ട്. അവയ്ക്ക് വളരെ സ്വതന്ത്രമായി തന്നെ ഈ പുഴയിലേക്കൊക്കെ വന്ന് വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് വലിയൊരു ആശങ്കയായിട്ട് മാറുന്നത്. ടൗണിലേക്ക് കയറി വരാറില്ലെങ്കിൽ കൂടി ഈ പുഴ കടന്ന് വനപ്രദേശത്തുനിന്ന് ആനകൾ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ് ഈ തടയാൻ കഴിയാത്തത്? ട്രെഞ്ചുകൾ നിർമ്മിക്കണമെന്ന ആവശ്യം അത് നേരത്തെ ഉയർത്തിയതാണ്. അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ഇപ്പൊ വീണ്ടും ഒരു ജീവൻ പൊലിഞ്ഞു. ആ സമയത്ത് മാത്രമാണ്, അതും ജനങ്ങൾ ഇത്രമാത്രം പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് അധികൃതർ എത്തി ഉറപ്പ് നൽകിയതെന്നുള്ളതാണ്. അതെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്ന് ജനകീയ ഹർത്താലുണ്ട്. കുട്ടമ്പുഴ പഞ്ചായത്തിലാണ് ഹർത്താൽ. ഒപ്പം തന്നെ മരിച്ച എൽദോസിന്റെ പോസ്റ്റ്മോർട്ടം കളമശ്ശേരിയിൽ നടക്കുമെന്ന്. അതിനുശേഷം 3 മണിയോടെ ആയിരിക്കും മൃതദേഹം എത്തിക്കുക. ജനകീയ പ്രതിഷേധമുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളുടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ തുടർ വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വയനാട്ടിലേക്കാണ്. നമ്മൾ ഇന്നലെ കണ്ടതാണ് മനുഷ്യത്വമില്ലായ്മയുടെ ഒരു കൃത്യമായ ഉദാഹരണം എന്ന് പറയാം. നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിൽ കൂടി അങ്ങനെ പറഞ്ഞു പോവുകയാണ്. പറഞ്ഞത് വയനാട് കൂടൽക്കടവിൽ ആദിവാസി യുവാവിനെ റോഡിൽ വലിച്ചിഴച്ച കേസുമായി ബന്ധപ്പെട്ടാണ്. എന്തായാലും അന്ന് സംഭവം നടന്നിപ്പോൾ 2 രാത്രി പിന്നിടുമ്പോഴും പ്രതികളെ പിടികൂടാൻ കഴിയാതെ പോലീസ് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. എന്തുകൊണ്ട് അതങ്ങനെ പോകുന്നു എന്നത് ചോദ്യം ബാക്കിയാവുകയാണ്. മാതനെ റോഡിലൂടെ വലിച്ചിഴച്ച കണിയാമ്പറ്റ സ്വദേശി അർഷിദും സുഹൃത്തുക്കളും ഒളിവിൽ തുടരുകയാണ്. എവിടെയാണ് അവരെന്നതിനെ കുറിച്ച് പോലീസിന് വിവരമുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷ് വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. രാഹുൽ, ഗുഡ് മോർണിംഗ്. പക്ഷെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത് അത്ര നല്ല വാർത്തയല്ല. ആദ്യം അറിയേണ്ടത് മാതന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണോ എന്നുള്ളതാണ്. മറ്റൊന്ന്, പോലീസിന്റെ അന്വേഷണം അത് ഏത് രീതിയിലാണ്? 4 പ്രതികളെയും തിരിച്ചറിഞ്ഞിരുന്നു ഇന്നലെ തന്നെ. അപ്പൊ ഇവർക്കായിട്ടുള്ള അന്വേഷണം അതെങ്ങനെയാണിപ്പോൾ? പ്രജിൻ, പ്രവിത, വെരി ഗുഡ് മോർണിംഗ്. മാതന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. കൈകാലുകൾക്കും നട്ടെല്ലിനും ഗുരുതരമായി പരിക്കേറ്റ് മാനന്തവാടിയിലെ ആശുപത്രിയിലാണ് മാതൻ നിലവിൽ കഴിയുന്നത്. നിലവിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് മറ്റ് ആശങ്കകളില്ല. പക്ഷേ പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ആശങ്ക ഉയരുന്നത്. ഈ പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്, കാണാമറയത്താണ്. ഏതോ ഒളി സങ്കേതത്തിൽ ഇരുന്നു കൊണ്ട് പോലീസിന്റെ എല്ലാ നീക്കങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഈ പ്രതികൾ. 4 പ്രതികളെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും ഇവരെ പിടികൂടാൻ 2 രാത്രി പിന്നിടുമ്പോഴും പോലീസിന് ഇതുവരെയും സാധിക്കുന്നില്ല. 4 പ്രതികളാണ് മാതനെ ഈ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളായിട്ടുള്ളത്. കണിയാമ്പറ്റ സ്വദേശികളായിട്ടുള്ള മുഹമ്മദ് അർഷിദ്, അഭിരാമ്, പനമരം സ്വദേശികളായ വിഷ്ണു, നബീൽ തുടങ്ങി 4 പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകേണ്ടത്. ഇന്നലെ രാവിലെ മുതൽ നമ്മൾ മാനന്തവാടി പോലീസുമായും വയനാട് SP-യുമായി സംസാരിക്കുമ്പോഴും പ്രതികൾ ഉടൻ പിടിയിലാകും എന്ന് പറയുന്നതല്ലാതെ ഇതുവരെയും കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ ഉച്ചയ്ക്ക് മാനന്തവാടി പോലീസുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറഞ്ഞത് ഇന്നലെ ഉച്ചവരെ അവരുടെ ഈ പ്രതികളെല്ലാവരും തന്നെ വീട്ടിലുണ്ടായിരുന്നു. വാർത്താ മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത അറിഞ്ഞതിന് പിന്നാലെ ഇവർ വീട്ടിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഞായറാഴ്ച രാത്രി ഉണ്ടായ സംഭവം, ഞായറാഴ്ച രാത്രി പോലീസ് കേസെടുക്കുന്നു. അന്ന് രാത്രി തന്നെ പ്രതികളെ പിടികൂടേണ്ടതാണ്. പക്ഷെ ഇന്നലെ ഉച്ചവരെ ഈ പ്രതികൾ വീട്ടിലുണ്ടായിട്ടും ഈ പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ സാധിക്കുന്നില്ല. ഇന്നലെ ഉച്ചയ്ക്ക് പ്രതികൾ രക്ഷപ്പെടുന്നു. അതിനുശേഷമാണ് വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കാൻ തയ്യാറായത്. അതും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സമ്മർദ്ദം ഉണ്ടായപ്പോഴാണ് പോലീസ് ഇത്തരത്തിലുള്ള വലിയ അന്വേഷണത്തിലേക്ക് കടക്കാൻ തന്നെ തയ്യാറായത്. അപ്പോഴും പ്രതികൾ ഒളിവിൽ കഴിയുന്നു. വയനാട്ടിലുണ്ടോ, കോഴിക്കോടുണ്ടോ, മലപ്പുറത്തുണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. അതോ കേരളം വിട്ടോ കർണാടകയിൽ എത്തിയോ എന്ന കാര്യത്തിലും സ്ഥിരീകരണമില്ല. ഇപ്പോൾ എന്തായാലും സൈബർ സെല്ലിന്റെ സഹായത്തോടെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത്. പക്ഷേ പ്രതികളുടെ മൊബൈൽ ഫോൺ ഇന്നലെ ഉച്ച മുതൽ ഓഫാണ് എന്നാണ് ഏറ്റവും ആശങ്കകരമായ മറ്റൊരു കാര്യം. എന്താണെങ്കിലും ഇന്ന് അന്വേഷണം പുരോഗമിക്കുകയാണ്. അതേസമയം വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധത്തിനും ഇന്ന് വയനാട് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. പ്രജിൻ, പ്രവിത. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രജൻ, എന്തായാലും കേരള പോലീസാണ്, കണ്ടുപിടിക്കാൻ അത്ര സമയമൊന്നും എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ 2 ദിവസമായി, 2 രാത്രി പിന്നിട്ടു മാതനെ ആക്രമിച്ചതിന് ശേഷം എന്നുള്ളതാണ് നമ്മളെ ഏറെ ആശങ്കപ്പെടുത്തുന്നത്. അതെ, വാർത്താ മാധ്യമങ്ങളിലൂടെ വരുന്നതുകൊണ്ട് ഈ പ്രതികൾ എവിടെയോ പോയി ഒളിച്ചിട്ടുണ്ട്. അപ്പം ഒരുപക്ഷെ അവർ ഈ വാർത്തകളൊക്കെ കാണുന്നുണ്ടാവാം. അപ്പം പ്രതികളെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജനങ്ങളുടെ കണ്ണിൽപ്പെടും. പിന്നെ പോലീസും ആ രീതിയിൽ
വലവിരിച്ചിരിക്കുകയാണ്. എന്തായാലും ഇന്ന് തന്നെ പ്രതികൾ പിടിയിലാകുമെന്നാണ് നമ്മുടെയും പ്രതീക്ഷ. ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ കമന്റ് ബോക്സിൽ ഈ പറയുന്ന വാർത്തകളോട് ഒക്കെ പ്രതികരിക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നത് ഇവിടെ ഈ കുട്ടമ്പുഴയിലെ സംഭവത്തെക്കുറിച്ച് തന്നെയാണ്. പകൽ സമയത്ത് പോലും അവിടെ ആനകൾ ഇറങ്ങുന്നുണ്ട് എന്ന കാര്യം നമുക്കറിയാമെന്ന് പലരും പറയുന്നു. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നവരും അത് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എപ്പോഴെങ്കിലും ആനകളൊക്കെ ഇറങ്ങി വരാമെന്ന് പറയുന്നു. മലബാർ വാലി പറയുന്നു മാതൻ ചേട്ടനെ ആക്രമിച്ചത് എവിടെയെന്ന് ചോദിക്കുന്നു. അതുപോലെ മാനന്തവാടി പോലീസ് നീതി പാലിക്കുക എന്ന് ദേവ് പറയുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞ വാർത്തയുമായി ബന്ധപ്പെട്ടാണ് അത്തരം പ്രതികരണങ്ങളൊക്കെ ഒപ്പം തന്നെ നിരവധി പ്രേക്ഷകർ പ്രവിത സൂക്ഷിച്ച് നടന്നോളൂ എന്ന് ഫാത്തിമ പറയുന്നുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കിയ പുറകിൽ ഒരു ആന എന്ന് മിനി പറയുന്നു. അങ്ങനെ പ്രേക്ഷകർ അതുമായി ബന്ധപ്പെട്ട് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കമന്റ്സ് ഒക്കെ ഒരുപാട് പേര് അയക്കുന്നുണ്ട്. ഹസീന ഷാജി എന്ന് പറഞ്ഞൊരു പ്രേക്ഷകർ പറയുന്നു നേര്യമംഗലം കഴിഞ്ഞ് അടിമാലിക്ക് വരുന്ന വഴിയിൽ എപ്പോഴും ഇപ്പോൾ ആന ഉണ്ടാവുന്നുണ്ട്. രാത്രി വരുന്നവർ പേടിച്ചാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് പറയുന്നത്. അപ്പൊ ജനങ്ങൾ അവരുടെ ആശങ്കകളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ പങ്കുവെക്കുന്നുണ്ട്. അത് നമുക്ക് അന്വേഷിക്കാം ഹസീന. അത് എന്താണ് അവിടെ അടിമാലിക്കടുത്ത് അല്ലെ, അടിമാലിയിലേക്ക് വരുന്ന വഴിയിലാണ് എപ്പോഴും ആനയുള്ളത് എന്ന് പറയുന്നു ഹസീന. നമുക്ക് അന്വേഷിക്കാം അത്. അതെ, അങ്ങനെ പ്രേക്ഷകരുടെ കമന്റ്സ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്കിനി നേരെ ഡൽഹിയിലേക്ക് പോയാലോ പ്രജൻ? അവിടെ പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. ആ ബില്ലുമായി ബന്ധപ്പെട്ട് ആ ബില്ല് അവതരിപ്പിക്കാൻ പോവുകയാണ്. ലോക്സഭയിൽ നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ആണ് അവതരിപ്പിക്കുന്നത്. ലോക്സഭയിലേക്കും സംസ്ഥാന അസംബ്ലികളിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട 129 ഭേദഗതി ബില്ല്, നിയമസഭകളുള്ള 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്ക് ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്ന ബില്ല് എന്നിവയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കരട് ബില്ലുകൾ നേരത്തെ എംപിമാർക്ക് വിതരണം ചെയ്തതുമാണ്. ബില്ലിൽ പ്രതിപക്ഷം കടുത്ത എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ഭരണഘടനാ ഭേദഗതി ആവശ്യമായതിനാൽ ബിൽ പാസാക്കാൻ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ സഹകരണം ഇല്ലാതെ ബില്ല് പാസാക്കാൻ സർക്കാരിന് കഴിയില്ല. അതിനാൽ തന്നെ സമവായത്തിന് തയ്യാറാണെന്നും സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാം എന്നുമാണ് സർക്കാരിന്റെ തീരുമാനം. BJPയുടെ എല്ലാ അംഗങ്ങളോടും നാളെ സഭയിൽ ഹാജരാകണം എന്നാവശ്യപ്പെട്ട് വിപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യസഭയിൽ ഇന്ന് ഭരണഘടനമേലുള്ള ചർച്ചകൾ തുടരും. ചർച്ചകൾക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മറുപടി പറയുകയും ചെയ്യും. അപ്പോൾ നേരത്തെ ലോക്സഭ നമ്മൾ കണ്ടതാണ്, പ്രധാനമന്ത്രി സുദീർഘമായ പ്രസംഗത്തിലൂടെ മറുപടി പറഞ്ഞതാണ്. എന്നിട്ടുള്ള ആഭ്യന്തരമന്ത്രിയാണ് രാജ്യസഭയിൽ ഈ ഭരണഘടനാ ചർച്ചയ്ക്ക് മറുപടി നൽകുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് നോക്കിയാൽ അത് ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇന്നലെ ആഭ്യന്തര അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു ആഭ്യന്തര അന്വേഷണത്തിന് 6 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അവരുടെ അന്വേഷണം തുടങ്ങാൻ പോവുകയാണ്. ഒപ്പം തന്നെ പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിനാണ് ആ അന്വേഷണം ഇപ്പോൾ ഉള്ളത്. എന്തായാലും 2 സമിതികൾ, അതായത് സമിതിയുടെയും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പിലെ 6 അംഗ സംഘം ചോദ്യപേപ്പർ ചോർച്ചയിൽ അധ്യാപകരുടെ പങ്കന്വേഷിക്കും. സർക്കാർ സ്കൂളുകളിലെ അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ പ്രാക്ടീസും ഈ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. ചോദ്യപേപ്പർ ചോർച്ച ഇനി ഉണ്ടാകാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളും സംഘം സമർപ്പിക്കും. ഇനി മറ്റൊരു വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് UDF കക്ഷി നേതാക്കളുടെ യോഗം ഇന്ന് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. സലിം മാലിക് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് 12-ന് പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലാണ് ഈ യോഗം ചെയ്തത്. ഉപതെരഞ്ഞെടുപ്പ് വിലയിരുത്തലും തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കവുമാണ് പ്രധാന അജണ്ട. കക്ഷി നേതാക്കളുടെ യോഗത്തിന് ശേഷം UDF നേതൃയോഗം ക്രിസ്മസ് കഴിഞ്ഞ് നടക്കും. പാലക്കാട്ടെ വലിയ വിജയവും ചേലക്കരയിലെ പരാജയവും യോഗത്തിൽ ചർച്ചയാകും. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരമുണ്ടാകുമെന്നാണ് മുന്നണിയുടെ വിലയിരുത്തൽ. ഈ പശ്ചാത്തലത്തിൽ വലിയ ഒരുക്കങ്ങൾ നടത്താനും UDF തീരുമാനിച്ചിട്ടുണ്ട്. മുനമ്പം വിഷയത്തിൽ പ്രതിപക്ഷ നേതാവും മുസ്ലിം ലീഗും തമ്മിലുള്ള ഭിന്നതയും യോഗത്തിൽ ചർച്ചയാകും. എന്നാൽ KPCC പുനഃസംഘടന, ചാണ്ടിയുമന ഉയർത്തിയ വിവാദം എന്നിവ ഈ യോഗത്തിൽ ചർച്ച ചെയ്തേക്കില്ല എന്നുകൂടി അറിയുന്നു. ഇത് രണ്ടും കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണെന്നും അതിൽ അഭിപ്രായം പറയേണ്ടതില്ല എന്നുമാണ് മുന്നണിയിലെ മറ്റു പാർട്ടികളുടെ നിലപാട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, വൈദ്യുതി ബില്ല് അല്ലെങ്കിൽ വൈദ്യുതി നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം അത് തെക്കൻ ജില്ലകളിൽ നടക്കുകയാണ്. കോൺഗ്രസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ വൈദ്യുതി ഓഫീസ് മാർച്ചാണ് ഇന്ന് നടക്കുക. വൈദ്യുത മേഖല സ്വകാര്യ കുത്തകകൾക്ക് തീരെഴുതുന്നു എന്നാരോപിച്ചാണ് മാർച്ച് നടത്തുന്നത്. വൈദ്യുതി നിരക്ക് വർധന പിൻവലിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടും. മാർച്ചിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പട്ടം വൈദ്യുത ഭവന് മുൻപിൽ നിർവഹിക്കും. രാവിലെ 10:30-നാണ് ഈ പ്രതിഷേധം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ് ഇന്ന് മാർച്ച് നടക്കുക. മറ്റ് ജില്ലകളിൽ ഇന്നലെയായിരുന്നു വൈദ്യുതി ഓഫീസ് മാർച്ച്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഇന്നലെ സഹകരണ ജനാധിപത്യ വേദിയുടെ ധർണ നടക്കുന്നതിനാലാണ് തെക്കൻ ജില്ലകളിലെ മാർച്ച് ഇന്നത്തേക്ക് മാറ്റിയത്. അപ്പോൾ ആ പ്രതിഷേധം അത് ആ രീതിയിൽ തന്നെ തുടരാനാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ തീരുമാനം.
അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഇടം പിടിക്കാൻ പോകുന്നത്. ഇനി തിരികെ കമന്റ്സിലേക്ക് ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിപ്പുണ്ട്. അപ്പോൾ അരുൺജി മുട്ടട പറയുന്നുണ്ട്, പ്രജൻ പ്രവിത താൽക്കാലിക പരിഹാരമല്ല വേണ്ടത്, ശാശ്വത പരിഹാരമാണ് ഈ വിഷയത്തിൽ വേണ്ടത്. ചേട്ടാ നമസ്കാരം. ഈ പറയുന്ന എൽദോസിന്റെ നാട്ടിലാണല്ലേ? ഇന്നലെ ആ ഭാഗങ്ങളിലൊന്നും ഈ വഴിവിളക്കുകളില്ല എന്നുള്ളത് ഒരു കുറെ നാളുകളായിട്ടുള്ള പ്രശ്നമാണ്. അത് അങ്ങനെ തന്നെയാണോ? അത് ഇന്നലെ സംഭവിച്ചത് എന്താണ്? അപ്പൊ ഈ എൽദോസ് ഒറ്റയ്ക്കായി പോയോ? ചേട്ടാ, എൽദോസ് ഒറ്റയ്ക്കാണോ ഇന്നലെ ബസ് ഇറങ്ങി വന്നത്? അങ്ങനെയാണോ? ഞാൻ കോതമംഗലത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ വരുമ്പോൾ അങ്ങനെയാണ് അറിവ്, ഒറ്റയ്ക്കാണ് പോയത്. ആ വഴിവിളക്കുകളൊന്നും തന്നെ ഇല്ല. നിരന്തരം ആനയുടെ ശല്യമുള്ള സ്ഥലങ്ങളാണ്. ഉരുളന്തണ്ണി എന്ന് പറയുന്ന സ്ഥലം അല്ലേ? ഉരുളന്തണ്ണി പരിസര പ്രദേശങ്ങളിൽ ആനയുടെ ശല്യം രൂക്ഷമാണ്, അതിരൂക്ഷമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കോതമംഗലത്താണ് വർക്ക് ചെയ്യണേ. തട്ടേക്കാടാണെങ്കിലും ഇവിടെ വിട്ടിട്ട് 1 കിലോമീറ്റർ നിന്നാലും ആനയുടെ ശല്യമുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. എവിടെ നിങ്ങൾ ബസ് സാധാരണ ഇറങ്ങുന്നത് എവിടെയാ? ഈ എൽദോസൊക്കെ ബസ് ഇറങ്ങുന്നത് ഫോറസ്റ്റ് സ്റ്റേഷനോട് തൊട്ടടുത്താണ്. അവിടെ നിന്ന് ഒരു 6 കിലോമീറ്ററോളം ദൂരമുള്ളൂ സ്ഥലം സംഭവിച്ചിരിക്കുന്ന സ്ഥലത്ത്. അവിടെയൊക്കെ മുമ്പും ഈ ആനകളെ വന്ന് ഇറങ്ങുന്ന സ്ഥലം തന്നെ. ആനകൾ ഇറങ്ങുന്ന സ്ഥലം തന്നെ. നിങ്ങൾക്ക് ഇതിപ്പോ തുടർച്ചയായി ആന ഇറങ്ങുന്നതാണ്. ഇപ്പൊ ഈ നാട്ടുകാർക്ക് അത് നന്നായി അറിയുന്ന കാര്യമാണ്. പക്ഷെ എൽദോസിന് പ്രശ്നമായെന്ന് എനിക്ക് തോന്നുന്നു, അവിടെ വെളിച്ചമില്ലാത്തതായിരുന്നു അല്ലേ? എൽദോസിന് പിന്നെ നിവർത്തിയില്ല. അവൻ്റെ വീട് അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ. അവൻ അവിടെ തന്നെ പോകാതെ അവൻ്റെ വീട്ടിലേക്ക് പോകണ്ടേ? അവൻ്റെ വീട്ടിലേക്ക് പോയാലല്ലേ കാര്യം നടക്കും. അവൻ പുറസ്ഥലങ്ങളിൽ പണിതിട്ട് ആ ബസ്സിനെ കൊണ്ട് വന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് സംഭവിച്ചത്. ഓടി മാറാനൊന്നുമില്ലൊരു ഓടി മാറാനുള്ള സമയങ്ങളൊന്നും ആനകൾ എത്ര ഉണ്ടെന്ന് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ഇരുളിന്റെ മറവിൽ എങ്ങനെയാണെന്ന് ആർക്കും വെട്ടമുണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ. ഒരു വഴിവിളക്ക് പോലും ഇല്ലാത്ത സ്ഥലമാണ്. ഒരു പോസ്റ്റൽ പോലും. ഈ ആക്രമണത്തിന് എത്ര നേരത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി എന്ന് അറിയുന്നത്? അറിയില്ല, നമുക്കറിയില്ല. ഇന്നലെ ഇപ്പോൾ അതിനുശേഷം വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായി, നാട്ടുകാരൊക്കെ അവിടെ സംഘടിച്ചു. പിന്നെ ആളുകൾ പിരിഞ്ഞു പോയത്. കളക്ടർ വന്ന് ഉറപ്പ് നൽകിയ പിന്നെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ പിന്നെയാണ് ആളുകൾ പിരിഞ്ഞു പോയത്. എന്തെങ്കിലും പ്രായോഗിക ബുദ്ധിമുട്ടില്ലേ? അതായത് കിഴങ്ങൾ, ട്രെഞ്ചുകൾ നിർമ്മിക്കണം എന്നൊക്കെ മുമ്പേ പറയുന്നുണ്ട്. പ്രശ്നം ഇവിടെ നേരത്തെ ഫെൻസിങ് ഉണ്ടായിരുന്നു, അത് ഫലപ്രദമല്ല. അങ്ങനെ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. ഇനിയെങ്കിലും അത് ഉണ്ടാവട്ടെ അല്ലേ? അതുണ്ടാവണമെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. ഉണ്ടായില്ലെങ്കിൽ ഇതുപോലെ ഇനിയും ജീവിതങ്ങൾ ചിലപ്പോൾ എങ്ങനെയാവുന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ രക്ഷിച്ചോ. അപ്പോൾ ആദ്യം തന്നെയാണ് നാട്ടുകാരെല്ലാം പ്രതികരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അവിടുത്തെ പ്രശ്നങ്ങൾ അവിടുത്തുകാർ തന്നെ പറയുന്നത്. ഇപ്പോൾ കണ്ട ചേട്ടൻ എൽദോസിനെയൊക്കെ വളരെ അടുത്തറിയുന്ന ആളാണ്. പണി കഴിഞ്ഞ് വരുന്ന ഒരാൾ വീട്ടിലേക്ക് പോകാനല്ലേ ശ്രമിക്കുക. അപ്പം വേഗം അങ്ങ് നടന്നു പോവുകയാണ്. ആ സമയത്ത് എവിടെ നിന്നെങ്കിലും ഈ പറയുന്ന പോലെ ഇരുളിൻ്റെ മറവിൽ ഉള്ള സമയത്ത് ആനകളും മറ്റ് വന്യജീവികളൊക്കെ വന്ന് എന്ത് ചെയ്യും? ഓടി മാറാൻ പോലും കഴിയില്ല. അങ്ങനെയാണ് ദാരുണമായി ഇന്നലെ എൽദോസിന്റെ മരണം സംഭവിച്ചത്. ആ നടുക്കമൊക്കെ എന്തായാലും നാട്ടുകാർ രേഖപ്പെടുത്തുന്നുണ്ട്. നിസ്സഹായതയോടെയാണ് പറയുന്നത് അല്ലെ? അവരുടെ മുഖത്ത് അതാണ് പ്രജൻ, എനിക്കും ചോദിക്കാനുള്ളത് അതാണ്. കാരണം ഇത്ര വലിയ വന്യമൃഗ ശല്യമുള്ള ഒരു മേഖല, അതിൽ എന്തുകൊണ്ട് ഒരാളുടെ മരണത്തിനായി കാത്തിരിക്കുന്നു? ഇപ്പൊ ഇന്നലെ കളക്ടർ നേരിട്ടെത്തി പ്രശ്നപരിഹാരത്തിനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചു. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് നേരത്തെ നടത്തുന്നില്ല? അങ്ങനെയെങ്കിൽ ഈ ഒരു മരണം ഒഴിവാക്കാമായിരുന്നു. ഈ ജനങ്ങൾക്ക് അല്പം കൂടി സ്വസ്ഥമായി ജീവിക്കാമായിരുന്നു. തീർച്ചയായിട്ടും വന്യമൃഗ ശല്യം ഉണ്ടാകും, ഇല്ലാതാകുമെന്ന് നമ്മളും പറയുന്നില്ല. പക്ഷേ അവർക്ക് അതുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളും ആവശ്യപ്പെടുന്നത്. അവർക്ക് പേടിയില്ലാതെ ഇവിടെ ജീവിക്കാൻ സാധിക്കുക, പ്രധാനമായും വഴിവിളക്കുകൾ സ്ഥാപിക്കുക. അതൊരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ബേസിക് നീഡാണ് വഴിവിളക്കുകൾ സ്ഥാപിക്കുക എന്നുള്ളത്. അത് ഉടൻ തന്നെ അതിലൊരു ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. നമുക്കൊരു മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവാം. CIC സമസ്ത തർക്കം പുതിയ തലത്തിലേക്ക് എന്നൊരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. ഹക്കീം ഫൈസി ആദർശേരിക്കെതിരെയുള്ള സമസ്തയുടെ അതിരൂക്ഷ വിമർശനം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ ലക്ഷ്യമിട്ട് ആണ് എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഹക്കീം ഫൈസി ആദർശേരിയെ CIC ജനറൽ സെക്രട്ടറിയായി വീണ്ടും നിയമിച്ചതിലുള്ള അതൃപ്തി തുറന്നു പറയുന്നുണ്ടവർ. അതെ, CIC പ്രസിഡന്റായി പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ കൊണ്ട് ഈ വിഷയത്തിൽ നടപടിയെടുപ്പിക്കുകയാണ് സമസ്തയുടെ ലക്ഷ്യം. CICക്കെതിരെ സമസ്ത മുഷാവറാംഗങ്ങൾ നടത്തിയ വാർത്താസമ്മേളനം പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗം കൂടിയാണെന്നാണ് വിലയിരുത്തൽ. CIC സമസ്ത ചർച്ചകൾ തുടർച്ചയായി അലസിപ്പിരിഞ്ഞ സാഹചര്യത്തിൽ സമസ്ത ഉന്നയിച്ച 9 ആവശ്യങ്ങൾ ഹക്കീം ഫൈസി അംഗീകരിച്ചാൽ മാത്രമേ സമസ്തയിൽ മഞ്ഞുരുകൽ സാധ്യമാകൂ. നിലവിൽ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ് അനുരഞ്ജന ചർച്ചകൾ. പക്ഷേ ഈ ചർച്ചകളിലും കാര്യമായ പുരോഗതിയില്ല. മാത്രവുമല്ല, പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഹക്കീം ഫൈസിക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നുവെന്ന ആക്ഷേപവുമുണ്ട്. അതുകൊണ്ടാണ് ഹക്കീം ഫൈസി ആദർശേരിയെ CIC ജനറൽ സെക്രട്ടറിയായി വീണ്ടും നിയമിച്ചതിലുള്ള അതൃപ്തി സമസ്ത പരസ്യമാക്കിയത്. നിലവിൽ മുസ്ലിം ലീഗ് വിരുദ്ധരായ സമസ്തയിലെ ഒരു വിഭാഗമാണ് പ്രശ്നം ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നത്. 24 കോഴിക്കോട്. അപ്പോൾ അതാണ്
ഒരു പുതിയ തലത്തിലേക്ക് ആ തർക്കങ്ങളൊക്കെ വരുന്നു എന്നുള്ളതാണ്. നേരത്തെ മാറി മാറി ആ സമവായ ചർച്ചകൾ അതിൽ പരിഹാരമാവുന്നില്ല. സമസ്തയിൽ പിന്നെയും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുന്നു. ഇപ്പോൾ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പരസ്യ പ്രതികരണങ്ങളിലേക്കും പോരിലേക്കും ഒക്കെ വരികയാണ്. ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിപ്പുണ്ട്. സീന പറയുന്നത്, പ്രവി എപ്പോഴും നിങ്ങൾ പോകുന്ന സ്ഥലത്ത് പോകണമെന്ന് എൻ്റെ മോൻ പറയാറുണ്ട്, പക്ഷെ ഇവിടേക്ക് പോകണ്ട എന്നാണ് പറയുന്നതെന്ന്. അപ്പം നമുക്ക് പ്രേക്ഷകരോട് പറയാം, നമ്മൾ ആക്ച്വലി ഇന്നത്തെ മോർണിംഗ് വാക്ക് പ്ലാൻ ചെയ്തത് കുട്ടമ്പുഴയിൽ നിന്നായിരുന്നില്ല, നമ്മൾ അവിടെയുള്ള മറ്റൊരു സ്ഥലത്തായിരുന്നു. പക്ഷേ ഇങ്ങനെ വലിയൊരു അപകടം, ഒരു വലിയ ദുരന്തം തന്നെ പറയാം, ഒരു അപകടം നടന്നിട്ട് ഇവിടെ വലിയൊരു ജനകീയ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ഇവിടെ വന്ന് എന്താണ് കാര്യങ്ങളെന്ന് നേരിട്ട് അറിയുക എന്ന് തോന്നി. അങ്ങനെയാണ് മോർണിംഗ് വാക്ക് ഇങ്ങോട്ടേക്ക് മാറ്റിയത്. അതെ, അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ വഴിവിളക്കിന് വേണ്ടി എന്താ ഇത്ര സാങ്കേതിക തടസ്സം എന്ന് ചോദിക്കുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് അറിയാത്തത്. അതാണ് എന്താണ് അതിന് മാത്രം പ്രശ്നം ഇതിലുള്ളത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പല വാർത്തകളിലായിട്ട് പ്രേക്ഷകരുടെ കമന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മോർണിംഗ് വോക്ക് ഇങ്ങനെ തുടരുകയാണ്. മലബാർ വാലി പറയുന്നു, ദുരന്തങ്ങൾ ആഘോഷിക്കുന്നവരുണ്ട്, അവർക്ക് നേട്ടമുണ്ടാക്കാൻ ദുരന്തങ്ങൾ വേണം, അവർ ദുരന്തങ്ങളെ തടയില്ല എന്ന് പറയുന്നു. അത് ഒരു വിമർശനമാണ്. ആ രീതിയിലൊക്കെയുള്ള കമന്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. യെസ്, മൃഗങ്ങളെ കൊല്ലുവാൻ അനുമതി കൊടുക്കണം, അങ്ങനെയൊന്നും നമ്മൾ ആരും ആവശ്യപ്പെടുന്നു. മൃഗങ്ങളെ കൊല്ലുക എന്നുള്ളതല്ലല്ലോ. ഈ വന്യമൃഗങ്ങളേക്ക് ഇങ്ങോട്ട് എത്തുന്നത് തടയുക, ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് തടയുക. അതിന് ശാശ്വതമായ പരിഹാരം വേണം. വെറുതെ ഒരു സമയം കൊണ്ട് മാത്രമുള്ള പരിഹാരങ്ങളല്ല, താൽക്കാലിക പരിഹാരങ്ങളല്ല വേണ്ടത്. ശാശ്വതമായി ജനങ്ങൾക്ക് അവരുടെ ഇടങ്ങളിൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയണം, അല്ലേ? നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. മലപ്പുറം അരീക്കോട് SOG ക്യാമ്പിലെ കമാൻഡോ വിനീതിന്റെ ആത്മഹത്യയിൽ അന്വേഷണ സംഘം ഇന്ന് മൊഴി രേഖപ്പെടുത്തും. കൊണ്ടോട്ടി ഡിവൈഎസ്പി സേതുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അരീക്കോട് ക്യാമ്പിലെത്തി ദൃക്സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുക. വിനീതിന്റെ ആത്മഹത്യയിൽ ആരോപണം നേരിടുന്ന SOG അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത് ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ വരും. അതോടൊപ്പം വിനീത് അവസാനമായി സുഹൃത്തിനയച്ച സന്ദേശത്തിന്റെ വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. വിനീതിന്റെ ഫോൺ പരിശോധിക്കും. അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ന് യൂത്ത് കോൺഗ്രസ് ക്യാമ്പിലേക്ക് മാർച്ചും നടത്തുന്നുണ്ട്. റീസർവേയിൽ കണ്ടെത്തിയ അധിക ഭൂമിക്ക് കരമടയ്ക്കാൻ അനുമതി നൽകാൻ സർക്കാരിന്റെ തീരുമാനം. വ്യവസ്ഥകൾക്ക് വിധേയമായി കരമടയ്ക്കാൻ അനുമതി നൽകി റവന്യൂ വകുപ്പ് ഉത്തരവിറക്കും. സമീപത്ത് സർക്കാർ ഭൂമി ഉണ്ടെങ്കിൽ അധിക ഭൂമിക്ക് കരമടയ്ക്കാൻ അനുവദിക്കില്ല. 24 എക്സ്ക്ലൂസീവ്. റീസർവേ നടപടികൾ പൂർത്തിയായ വില്ലേജുകളിലെ ഭൂവുടമകൾക്ക് ഏറെ ആശ്വാസം നൽകുന്നതാണ് റവന്യൂ വകുപ്പിന്റെ ഈ തീരുമാനം. 200 വില്ലേജുകൾ ഡിജിറ്റൽ റീസർവേ പൂർത്തിയായിരുന്നെങ്കിലും അധിക ഭൂമി കണ്ടെത്തിയ സർവേ നമ്പറുകളുടെ ഭൂരേഖ കൃത്യമാക്കുന്നതിൽ തീരുമാനമാകാത്തതുകൊണ്ട് അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നില്ല. ഭൂമി അളന്നപ്പോൾ കൂടുതൽ കണ്ടെത്തിയ സ്ഥലങ്ങളിലെ രേഖ കൃത്യമാക്കണമെങ്കിൽ നിയമനിർമ്മാണം വേണം. നിയമം വൈകുന്ന കണക്കിലെടുത്താണ് അധിക ഭൂമിക്ക് കരമടയ്ക്കാൻ അനുമതി നൽകുന്നത്. വ്യവസ്ഥകൾക്ക് വിധേയമായി കരമനുമതി നൽകാനാണ് തീരുമാനം. അധികം ഭൂമിയുള്ള ഭൂവുടമയ്ക്ക് കരമടയ്ക്കാൻ അനുമതി നൽകുമ്പോൾ ചുറ്റുമുള്ള ഭൂവുടമകൾക്ക് ഭൂമി കുറഞ്ഞോ എന്ന പരാതിയുണ്ടോ എന്ന് നോക്കും. പരാതി ഉണ്ടെങ്കിൽ ഡിജിറ്റൽ റെക്കോർഡ്സിൽ തന്നെ അറിയാനാകും. പരാതി ഉണ്ടെങ്കിലും അധികം ഭൂമിക്ക് കരമടയ്ക്കാം. എന്നാൽ സമീപത്തെ ഭൂവുടമകളുടെ പരാതിയിൽ അന്തിമ തീർപ്പ് എതിരായാൽ അധിക ഭൂമി തിരികെ നൽകേണ്ടി വരുമെന്ന് മാത്രം. കരമടയ്ക്കുമ്പോൾ ലഭിക്കുന്ന രസീതിൽ ആദ്യമുള്ള ഭൂമിയും അധിക ഭൂമിയും വെവ്വേറെ രേഖപ്പെടുത്തുകയും ചെയ്യും. അധിക ഭൂമി കണ്ടെത്തിയിരിക്കുന്നത് സർക്കാർ ഭൂമിക്ക് സമീപത്താണെങ്കിൽ കരമടയ്ക്കാൻ അനുമതി ഉണ്ടാകില്ല. ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ സർക്കാർ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി ഭൂവിസ്തീർണം കുറവില്ലെന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ കരമടയ്ക്കാൻ അനുമതി നൽകുകയുള്ളൂ. ഈ വ്യവസ്ഥകൾക്ക് വിധേയമായി കരമടയ്ക്കാൻ അനുമതി നൽകൊണ്ട് റവന്യൂ വകുപ്പ് ഒരാഴ്ചയ്ക്കകം ഉത്തരവിറക്കും. റീസർവേയിൽ അധികമായി ലഭിച്ച ഭൂമിക്ക് കരമടയ്ക്കാൻ അനുമതി നൽകാനുള്ള റവന്യൂ വകുപ്പിൻ്റെ തീരുമാനം ഭൂവുടമകൾക്ക് പ്രയോജനകരമാണ്. ഭൂമി വിൽക്കുമ്പോഴും മറ്റും ഇത് ഗുണം ചെയ്യും. എന്നാൽ അധികമായി ലഭിച്ച ഭൂമിയിൽ പൂർണ്ണമായി അവകാശം കൈവരണമെങ്കിൽ നിയമനിർമ്മാണം പൂർത്തിയാകേണ്ടി വരും. തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത്, 24. അപ്പോൾ എന്നാൽ നല്ല തീരുമാനമാണ്. റീസർവേയിൽ അധികമായി കണ്ടെത്തിയ ഭൂമിക്ക് കരമടയ്ക്കുക, അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് സർക്കാരിന്റെ തീരുമാനം വന്നിരിക്കുന്നത്. വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടായിരിക്കും ഈ നടപടി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇന്നേരം ശബരിമലയിലേക്കാണ് ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുക തന്നെയാണ്. ധനുമാസ ആരംഭമായ ഇന്നലെ, ധനു 1 ആയിരുന്നു ഇന്നലെ, 87,000 പേരാണ് ദർശനം നടത്തിയത്. മണ്ഡലപൂജയ്ക്ക് 9 ദിവസം മാത്രം അവശേഷിക്കെ വിവിധ സർക്കാർ വകുപ്പുകളുടെ ഏകോപന യോഗങ്ങൾക്കും ഇന്ന് തുടക്കമാകും. മണ്ഡലപൂജയോടനുബന്ധിച്ച് വിപുലമായ ഒരുക്കങ്ങളാണ് സന്നിധാനത്ത് തുടങ്ങിയത്. നോക്കാമിനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.
തലസ്ഥാനത്തേക്ക് പോകാം. ആ. അവിടെ സിനിമാക്കാലം. അപ്പോൾ പറഞ്ഞു വന്നത് IFFK കുറിച്ചാണ്. തലസ്ഥാന നഗരയിൽ IFFKയുടെ ആ ഉത്സവം, അത് ഉത്സവകാലം തന്നെ പറയാം, അധികം നടക്കുകയാണ്. ഇന്നിപ്പോൾ 5ാം ദിവസമാണ്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 5ാം ദിനമായി ഇന്ന് 67 സിനിമകളാണ് പ്രദർശിപ്പിക്കുക. മലയാളത്തിന്റെ ക്ലാസിക് ചിത്രമായ നീലക്കുയിൽ മുതൽ ബ്യൂ ട്രൈവെയിൽ വരെയുള്ള വ്യത്യസ്ത സിനിമകൾ ഇന്ന് മേളയുടെ ഭാഗമാകുന്നുണ്ട്. വലിയ ജനപിന്തുണയോടെയാണ് IFFK 5ാം ദിവസത്തിലേക്ക് കടക്കുന്നത്. മേളയിൽ പ്രദർശിപ്പിക്കുന്ന മികച്ച സിനിമകൾക്കൊക്കെയും അർഹിക്കുന്ന അംഗീകാരം പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നു. 5ാം ദിവസമായി ഇന്ന് രാജ്യാന്തര മത്സര വിഭാഗത്തിൽ 7 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ലോക സിനിമാ വിഭാഗത്തിൽ 23 ചിത്രങ്ങളും ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് വിഭാഗത്തിൽ 7 ചിത്രങ്ങളും ഇന്ന് മേളയുടെ ഭാഗമാകും. മലയാളം സിനിമ ഇന്ന് വിഭാഗത്തിൽ 4 ചിത്രങ്ങളാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തുക. മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച ക്ലാസിക് നീലക്കുയിൽ, ഇന്ത്യൻ സമാന്തര സിനിമയുടെ അതികായനായ കുമാർ സൈനിയുടെ തരംഗ്, ഷബാന ആസ്മി കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഗൗതം ഗോസെ ചിത്രം പാർ, IFFK ജൂറി അധ്യക്ഷനായ ആഗ്നസ് കുദാർദ് ഛായാഗ്രഹണം നിർവഹിച്ച ബ്ലൂ ട്രവെയിൽ തുടങ്ങി 6 ചിത്രങ്ങളുടെ മേളയിലെ ഏക പ്രദർശനവും ഇന്നാണ്. ലോക സിനിമാ വിഭാഗത്തിൽ കോൺക്ലേവിന്റെ ആദ്യ പ്രദർശനവും ഇന്ന് നടക്കും. 1 നൂറ്റാണ്ട് പിന്നിടുന്ന അർമേനിയൻ സിനിമയെക്കുറിച്ചുള്ള പാനൽ ഡിസ്കഷൻ ഇന്ന് വൈകുന്നേരം നടക്കും. വൈകിട്ട് 3 മണിക്ക് നിള തിയേറ്ററിലാണ് ചർച്ച. പാത്ത്, ഫെമിനിച്ചി ഫാത്തിമ, കിസ് വാഗൺ, മായുന്നു, മാറി വരയുന്നു നിശ്വാസങ്ങളിൽ തുടങ്ങിയവയാണ് ഇന്ന് പ്രദർശിപ്പിക്കുന്ന മലയാള ചിത്രങ്ങൾ. മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന രക്തദാന പരിപാടി സിനി ബ്ലഡിന്റെ 2ാം ഘട്ടം ഇന്ന് രാവിലെ 10 മുതൽ 12:30 വരെ ടാഗോർ തിയേറ്ററിൽ നടക്കും. 24 തിരുവനന്തപുരം. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന അന്തരിച്ച തൃശൂർ വല്ലച്ചിറ സ്വദേശി പട്ടത്തുമന PP മാധവന്റെ സംസ്കാരം ഇന്നാണ് നടക്കുക. ഡൽഹി എയിംസ് ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു അന്ത്യം. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇന്നലെ രാത്രിയിൽ തന്നെ എത്തിച്ചു. സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുന്നുണ്ട്. അരനൂറ്റാണ്ടുകാലം ഗാന്ധി കുടുംബത്തോട് പ്രവർത്തിച്ചാലാണ് മൃതദേഹം രാത്രി പ്രത്യേക വിമാനത്തിലാണ് നാട്ടിലേക്ക് എത്തിച്ചത്. ഇന്ന് രാവിലെ 11-ന് ചെറുശ്ശേരിയിലെ വീട്ടുവളപ്പിലാണ് ഈ അന്ത്യകർമ്മങ്ങൾ നടക്കുക. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിപ്പുണ്ട്. ബിനു പറയുന്നു, നിങ്ങൾ നിൽക്കുന്ന ആ വഴി കണ്ടോ, കാൽനട യാത്രക്കാർക്ക് നടക്കാൻ കഴിയില്ല. ഇതൊരു ചെറിയ ടൗൺ ആണ്, അപ്പൊ അതിന്റെ ഒരു പരിമിതിയൊക്കെ ഉണ്ട്. നേരത്തെ കണ്ട കുട്ടമ്പുഴ പാലം പോലും അതിന്റെ വീതി വളരെ കുറവായിരുന്നു. മലബാർ വാലി പറയുന്നു, നാളത്തെ മോർണിംഗ് വോക്കിൽ പോസിറ്റീവ് വാർത്തകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും നമ്മൾ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പ്രേക്ഷകരുമായി സംവദിക്കാനും ഒപ്പം തന്നെ നല്ല വാർത്തകൾ പറയാനുമാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ വരുന്നതൊക്കെ നെഗറ്റീവ് വാർത്തകളാണ് എന്നുള്ളത്. നമ്മുടെ ഓട്ടോക്കാരൻ ചേട്ടനുണ്ട്, നമുക്ക് ചോദിക്കാം. ചേട്ടാ നമസ്കാരം, പേര്? ചേട്ടാ, ഇപ്പൊ ഈ ഓട്ടോ ഈ രാത്രി കാലങ്ങളിലൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ട് ഇപ്പം പറയുന്നു, പല സ്ഥലങ്ങളിലും വഴിവിളക്കുകളില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം രാത്രിയിൽ ഓട്ടം പോകാറുണ്ടോ? രാത്രി നമ്മൾക്കൊരു 6 മണി കഴിഞ്ഞാൽ പോകാൻ ബുദ്ധിമുട്ടാണ്. എന്താ കാര്യം? കാരണം ജാനശല്യമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. എവിടെയൊക്കെയാണ് ഈ ശരിക്കും ഈ ആനകൾ ഇറങ്ങി വരുന്നത്? ഇപ്പൊ ഓട്ടോ ഉള്ളത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലേക്ക് ഓട്ടം പോകുമല്ലോ. അപ്പം ശരിക്കും ആൾക്കാരൊക്കെ പേടിച്ചു കഴിയുന്നതൊക്കെ ഏത് മേഖല? ഈ ഉള്ളംതള്ളിയൊക്കെ ഉണ്ടോ? ഇപ്പം ഇന്നലെ ആന കുന്നെന്ന് പറഞ്ഞ ആ പ്രദേശങ്ങളാണ് പിണവർക്കുടി, കിണാശ്ശേരി, മാമലക്കണ്ടം, പന്തപ്പുറ മേഖലകളിലൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ളത്. ചേട്ടൻ ഈ മേഖലയിൽ തന്നെ ഉള്ള ആളാണ്. എൻ്റെ ഇവിടെ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉള്ളൂ. ഞാൻ 18 വർഷമായിട്ട് ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന 6 മണിക്ക് ഇവിടെ വരും. 18 വർഷമായിട്ട് ഓട്ടോ ഓടിക്കുന്ന ആളാണ്. ഇതുപോലത്തെ അവസ്ഥ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായി? ഇപ്പം ഏറ്റവും കൂടുതൽ വന്നിട്ട് ഒരു 15 വർഷമായിട്ടാണ് കാട്ടാമശ്ശേരി ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പൊ അന്ന് മുതലേ ഈ പറയുന്നുണ്ടല്ലേ ഈ കിടങ്ങ് വേണം, ഈ ട്രഞ്ച് വേണം. ഞങ്ങളുടെ സമരങ്ങളും കാര്യങ്ങളും ഞാൻ പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്ന ആളാണ്. ഞാൻ ഉൾപ്പെടെ ഈ 4 വർഷത്തിന് മുമ്പിൽ ധർണയും സമരമൊക്കെ നടത്തിയിട്ടുണ്ട്. അത് പരിഹരിക്കാമെന്ന് പറയല്ലാതെ 1.5 ലക്ഷം ചെക്ക് കൊടുക്കുക, അല്ലെങ്കിൽ പ്രശ്നം കാണിച്ചിട്ട് നേതാക്കന്മാരങ്ങ് പോവുള്ളൂ. പിന്നീട് സംഭവം ഉണ്ടാവില്ല. പിന്നീട് ഇതൊരു വിഷയം ഉണ്ടാകുമ്പോഴാണ് ആളുകൾ വരുന്നത്, ഞങ്ങൾ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, ഓർഡർ തന്നിട്ട് അങ്ങ് പോകും. ഇനിയിപ്പോൾ ഇതോടുകൂടി തീരാൻ പോവാം. എന്നാൽ നടക്കങ്ങളെ കഴിഞ്ഞ് പിന്നെ പരിപാടി തീർന്നല്ലോ. പിന്നെ നേതാക്കന്മാർ ഇനി എന്തൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഓടി വരും. നിങ്ങളെ സംബന്ധിച്ച് ഒരു നിത്യ സംഭവമാണ് ആനകളെ കാണുന്നു. ഇപ്പം ഈ മാസം തന്നെ 2-3 പേര് മരണപ്പെട്ടിട്ടുണ്ട് ഈ ആറ്റാന ശല്യം കൊണ്ട് തന്നെ. ഇപ്പൊ കളക്ടർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് 5 ലക്ഷം രൂപ എൽദോസിന്റെ കുടുംബത്തിന് കൊടുത്തു. 5 ലക്ഷം രൂപ കൊടുക്കണമല്ലോ കാര്യം. ഞങ്ങൾക്ക് ശാശ്വതമായിട്ട് പരിഹാരം കണ്ടെത്തണമെന്നുള്ള ഈ നാട്ടിലുള്ള ആളുകൾ. 17 വാർഡാണ് ഞങ്ങളുടെ ഈ വാർഡ്. അത് ഈ വാർഡ് വനമില്ലാത്ത ഒരു മേഖലയില്ല. എല്ലാ വാർഡും അതുപോലെയാണ്. എൻ്റെ വീടിന് ഇവിടെ 2 കിലോമീറ്റർ ഞാൻ പഞ്ചായത്തിൽ തന്ന കോളനി താമസിക്കുന്നത്. അത് വനത്തിനോട് ചേർന്നാണ്. അവിടെ ഈ പോകാൻ വഴിക്ക് അവിടെ മൊത്തം ആനശല്യം.
ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ആന ഇറങ്ങുന്നില്ല, ആ ഭാഗത്തേക്ക് ഇറങ്ങുന്നില്ല. ഇന്നലെ ഇപ്പൊ ഈ ബസ് ഇറങ്ങി വരുമ്പോഴാണല്ലോ ഈ അപകടം ഉണ്ടായത്. അല്ല ദിവസം ബസ് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ്. അപ്പൊ ഈ അവസാന ബസ്സൊക്കെ ഇവിടെ എത്ര മണിക്ക് എത്തുക? ഒരു 8:40 ബസ്, ലാസ്റ്റ് ബസ് വരും. അപ്പോഴത്തേക്കും ഈ ഓട്ടോകളൊക്കെ പോയിട്ടുണ്ടാവും. കാരണം നിങ്ങൾക്കും പേടിയാണ്. ഞങ്ങൾ നേരത്തെ വീട്ടിൽ പോകും, പിന്നെ ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല. മാത്രമേ നിവൃത്തിയുള്ളൂ. പിന്നെ നടക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്കാരും പോകില്ല. പോകുന്ന വെച്ചാൽ നമ്മളിപ്പോൾ പെണ്ണൂർക്കുടിയോ മാമലക്കണ്ടോ കനാശ്ശേരി സ്ഥലത്തേക്ക് പോകണമെങ്കിൽ രാത്രി പോലുള്ള അവസ്ഥയെ കുറിച്ച് പകൽ സമയത്തെ അവസ്ഥ എങ്ങനെയാണ്? പകലൊക്കെ ആനകളൊക്കെ ഇച്ചിരി ഉൾക്കാട്ടിലേക്കൊക്കെ മാറി നിൽക്കുകയാണ്. വണ്ടികളും കാര്യങ്ങളൊന്നും ഇല്ല. ആൾ സഞ്ചാരം കുറഞ്ഞുമ്പോഴാണ് അവർ കൃഷിയിടങ്ങളിലേക്ക്. ഇവിടെ പലയിടത്തും വഴിവിളക്കുകളില്ല. വഴിവിളക്ക് നമ്മൾ ഇട്ടാൽ പോലും തന്നെ അത് ഞങ്ങളാരും ഇട്ട് അത് കളയില്ല. ഫോറസ്റ്റുകാർ പോയിട്ട് ഒന്നിലേക്ക് കവണിക്ക് എത്തി അതിൻ്റെ ബൾബ് അടിച്ച് അവർ കളയും, ഞങ്ങളാരും കാണാതെ. അതൊക്കെയാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് ഇവിടെ എല്ലാ വാർഡുകളിലും ബൾബും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതന്നെയാണ് എല്ലാ നാട്ടുകാരും പറയുന്ന ഒരേ കാര്യം മാത്രമാണ്. 15 വർഷമായിട്ട് ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടും ഒരു നടപടിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ മോർണിംഗ് വാക്ക് കുട്ടമ്പുഴയിൽ നിന്ന് അവസാനിപ്പിക്കാനുള്ള നേരമാവുന്നു.